12 പേര് ആത്മഹത്യ ചെയ്ത വീട് ഇതുള്ളതാണോ ഗൈസ്? ഇത് അമ്മ എങ്ങാനും അറിഞ്ഞാ അത് മനസ്സിലാവും. ബംഗ്ലാവ് കശിനി ഇപ്പഴും നെഞ്ചുവേദന തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ? ഹലോ ഗൈസ്, ഇപ്പം സമയം 8 മണിയായി. ഞാൻ എന്താണ് ഈ സമയത്ത്, ഞാൻ ഇപ്പം നാട്ടിലാണ്. ഈ സമയത്ത് അമ്മ എന്നെ പുറത്ത് വിടാതിരിക്കുകയാണ്. ഇന്ന് അമ്മ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേറ്റിന് പോകാമെന്ന്. ഇതിന് ആരോടും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇപ്പം എല്ലാ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല ബോയ് ആരാന്ന്. ഇപ്പം എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരിക്കും. വേറെ ആരും അല്ല, എൻ്റെ അനിയൻ. ഗൈസ്, നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് നമുക്കറിയില്ല. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് കാശി? 1000. ചുമ്മാ 60 രൂപ എന്താണ്ടേ ഉള്ളൂ. അതുമായിട്ട് എന്നെ ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പോവാണ്, നടക്കുവാണ്. 60 രൂപയ്ക്ക് ഞങ്ങൾ എവിടെ പോണെന്നറിയാം നിങ്ങൾക്ക്? ലക്ഷറി തട്ടുകടയിൽ. അതൊക്കെ എന്തൊക്കെ പറഞ്ഞ തട്ടുകട അത്ര ഒന്നും വരത്തില്ലേ ഈ 5 സ്റ്റാർ ഹോട്ടലായി? 50 രൂപയ്ക്ക് എന്ത് തരാനാ? 20 രൂപയ്ക്ക് ചായ കിട്ടത്തില്ലേ? കിട്ടുമോ? കിട്ടും. ഇവൾക്ക് അമ്പലപ്പുഴ ഒന്നും അറിഞ്ഞൂടാ, എല്ലാം എനിക്കറിയാം. കാരണം ഇത് എൻ്റെ അണ്ടറാ ഗൈസ്. എൻ്റെ അണ്ടറായോ ഇത് ആക്ച്വലി ഇതൊക്കെ അളിഞ്ഞ ചളിയാണ്. ഇത് പിന്നെ പുറത്തോട്ടിട്ട് വെറുപ്പിക്കാൻ. പ്ലീസ് കേൾക്കാൻ വയ്യ എനിക്ക്. ഈ ചളി കേട്ടിട്ടെ എന്റെ ചെവി എന്നെ പ്രാകുന്നു. പ്ലീസ്. എവിടെയാണ് കാശി? ഇത് മേടിക്കുന്ന വർത്താണ്. അറിഞ്ഞൂടെ? അമ്പലപ്പുഴ. ആ കാശി, അമ്പലപ്പുഴ ടൗണിൽ കൂടെ ഒരു 1/2 മീറ്ററൊക്കെ എന്നെ നടത്തിക്കണം, 1 കിലോമീറ്റർ. എനിക്ക് ഇപ്പം ഇടിച്ചിവിടെ കടന്നേനെ, അത് വേറെ കാര്യം. നടക്കൂ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ അനിയനാണ് എൻ്റെ പുറകെ വരുന്നത്. ഇരുട്ട് നടന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്ററും കഴിഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇതിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യണ്ടേ? എനിക്ക് സോഡ സർബത്ത് വേണ്ട. എന്താ പറയാ? എവിടെയോ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. കാത്തു നിൽക്കുവോ? ഇപ്പം എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ പഞ്ചസാര ഇടാത്തത് കാരണം അവൻ ഷുഗർ കട്ടിലാണ്, ഞാൻ ഫേക്ക് ഷുഗർ കട്ടിലാണ്. എന്റെയും കൂടെ വന്നിട്ട് കുടിക്കാം. അയ്യോ, മധുരമില്ല. മധുരമുണ്ട്. പാനിപ്പൂരി മേടിച്ചു തരാൻ വന്നതാണ്. 2 പാനിപ്പൂരി മത്സരിച്ച് അടച്ചിട്ടിരിക്കുന്നു. പട്ടിയുടെ കുണ്ടി നോക്കി കിടക്കുന്ന അഖില നാണമില്ല ഇവൾക്കൊക്കെ. ഇവളൊക്കെ ഇപ്പൊ പട്ടി വരെ വായി നോക്കി തോന്നുന്നു. മഞ്ഞുണ്ടോ? ഇവള് പറയുന്നത് പൊല്യൂഷനാണ്, നിങ്ങൾ പറയുന്നത് മഞ്ഞാണ്. ഇത് മഞ്ഞാണ്, പൊല്യൂഷനാണ്. നീ ഡൽഹി കാണുന്ന കണക്കില്ല, ഇതൊക്കെയാണ് മഞ്ഞ്. 8 മണിയാകുമ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ കടകളും അടിച്ചു പോയിട്ടും റോഡിലൊന്നും മനുഷ്യരെ കാണത്തില്ല. എനിക്ക് അറിഞ്ഞൂടെ അതെന്തുവാ? ഡൽഹിയിൽ എന്തുവാ കണ്ട കള്ളന്മാര് ഓടി നടന്ന് ചോറ് ബസാർ എന്ന പേര് വിട്ട് ആൾക്കാരെ പറ്റിച്ച് നടത്തുന്നതാണ് ഡൽഹി. അത് കണക്ക് ഞങ്ങളുടെ നാടാകത്തില്ല, പറ്റത്തില്ല. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ഒരു സ്ഥലമുണ്ട്, വീടനായിട്ടുള്ള സ്ഥലമാണ്. അവിടെ 12 പേര് ആത്മഹത്യ ചെയ്തൊരു വീട് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞാനില്ല. ഒന്നാമത് കാണുന്നതിലെ എൻ്റെ മെക്കിട്ടാ കയറി വരുന്നത്. അമ്മ ഇതറിഞ്ഞ വെട്ടമൊന്നും ഇല്ല കേട്ടോ. കാരണം ഫ്ലാഷ് അടിച്ചിട്ട് ആളുകൾ എന്തോ, ഞങ്ങളുടെ നാടാണ് അതുകൊണ്ട് ഫ്ലാഷ് അടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ നോക്കുന്നു. ഞാൻ പറഞ്ഞേ ഇവളെ ആ വീട് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകും. ഗൈസ്, ഇത് അമ്മ എങ്ങാനും അറിഞ്ഞാ തീർന്നു. നിനക്കും അറിയാവുന്നതാണ് എന്റെ പേര്. കിഴക്കോട്ട് 12 പേര് ആത്മഹത്യ ചെയ്തതാണ്. ഇത് ഞാനാണ്. ഇത് നിങ്ങളിപ്പോ കാണിച്ചു തരാൻ പോണം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാം. അപ്പൊ അവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വീട് കാണാൻ മനസ്സിലാവും. ബംഗ്ലാവ്. അതെന്തിനാ ആത്മഹത്യ ചെയ്തെന്നറിയാവോ? കശിനി ഇപ്പഴും നെഞ്ചുവേദന തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ചെറിയൊരു ഓർമ്മ കുറച്ചു നേരം നടന്നു നോക്കാം. എടോ, വഴി കാണിച്ചു. ഇതാണ് വഴി. കുറച്ച് വിഷയം വഴിയായിട്ട് നമ്മൾ ഹൈവേ കാണാനൊന്നുമല്ല. കിഴക്കോട്ട് ഭയങ്കര ഇതാണ്, കാംലി ആയിട്ടുള്ള സ്ഥലമാണ്. എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ട്? ചീവീടിൻ്റെ ഒച്ച മാത്രം. ഞാനേ രാമരാമ പറയട്ടെ, ഇതാണോ? ഇതൊന്നുമില്ല. പക്ഷെ ഉള്ളിലോട്ട് പോയി എന്തെങ്കിലും വന്ന് തിരിച്ചെങ്ങനെ ഓടും? ഗൈസ്, ഇത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അഭിനയിക്കുന്നതല്ല. എനിക്ക് സത്യത്തിൽ പേടിയാണ്. പക്ഷെ ഇവൻ എന്നെ വലിച്ചോണ്ട് പോവാണ്. ഞാനൊരു അവൻ്റെ ചേച്ചിയാണല്ലോ, ഒന്നുമില്ലെങ്കിലും. ഉറപ്പില്ല കേട്ടോ. നീ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് ഇത്
ഇത് വാ 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 വാ. എവിടെ കുറച്ചുകൂടെ പോയി മാറ്റിയടാ. നിങ്ങൾക്ക് കാണാമോ? കാണുന്നുണ്ടോ? വിശ്വാസമാകുന്നുണ്ടോ അത് കണ്ടിട്ട്? എടാ ഞാൻ ഈ ഒരു പുതിയ വീടോ? പുതിയ വീടാ അതാ. എടാ ഇത് പുതിയ വീടല്ലേ? പുതിയ വീടാ ഇതാ. ആൾ താമസമില്ലടി ആ വീട്ടില്. പിന്നെ അതിന്റെ എൻട്രൻസ് നോക്കടി. ഇതിന്റെ എൻട്രൻസ് നോക്ക്. പണ്ടത്തെ വീട്ടിൽ അങ്ങനെ ഇവൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങി. ആ ഒരു കാഴ്ച കണ്ടപ്പം വെള്ളം കുടിച്ചു പോയി. ഞാനല്ല ഇവൻ. എന്തുവാ ഓക്കെ. നമ്മൾ നടന്ന് തിരിച്ച് നമ്മുടെ വീടെത്തി. സോ ഇന്നൊരു പറമ്പുണ്ടോ? 26 വരെ കുഴിച്ചിട്ട് സ്ഥലം. വീടിൻ്റെ മുമ്പിലത്തെ പറമ്പേ. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ. ഞാൻ ഇവിടെ 21 വയസ്സായി എനിക്ക്. എന്നിട്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. ഗൈസ്, സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി. ഉള്ളതെന്ന് പറയുന്നത്. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പി. എല്ലാവരും ഹാപ്പി.